Hello dear students. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടത് എന്താണ് കമ്പ്യൂട്ടറിൽ മെമ്മറി, എങ്ങനെയാണ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, എന്താണ് സെമി കണ്ടക്ടർ ടെക്നോളജി എന്ന് പറയുന്നത്, ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് മെമ്മറിയിലുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മെമ്മറിയിൽ തന്നെ നമുക്കറിയാം കുറേ ഡിവിഷൻസ് ഉണ്ട്, ചില ടൈപ്സ് ഉണ്ട്. ആ ടൈപ്സിൽ ഏറ്റവും മേജറായിട്ട് വരുന്ന ടൈപ്സ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറിയും അതേപോലെ റീഡ് ഒൺലി മെമ്മറിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് റാൻഡം ആക്സസ് മെമ്മറി, എന്താണ് റീഡ് ഒൺലി മെമ്മറി, അതുപോലെ തന്നെ എന്താണ് ഫ്ലാഷ് മെമ്മറി. ഈ മൂന്ന് കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് റാൻഡം ആക്സസ് മെമ്മറിയിൽ നിന്നും തുടങ്ങാം. റാൻഡം ആക്സസ് മെമ്മറീസ്. എന്താ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്? RAMs are read or write memories in which data can be written into or read from any selected address in any sequence. RAM എന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. ഈ മെമ്മറിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റയെ മെമ്മറിയിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യാനും മെമ്മറിയിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാനും കഴിയും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യണം? റീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് റീഡ് ചെയ്യുന്നത് എന്നത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടത്തേക്കാണ് റൈറ്റ് ചെയ്യുന്നത് എന്നതും നമ്മൾ മെൻഷൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് മെൻഷൻ ചെയ്യണം, മെമ്മറിയുടെ അഡ്രസ്സ് മെൻഷൻ ചെയ്യണം. സീക്വൻസ് ആയിട്ടാണ് ഇവിടെ ഡാറ്റ റീഡ് ചെയ്യുന്നതും അതേപോലെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് റാൻഡം ആക്സസ് മെമ്മറിക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. സീക്വൻസ് ആയിട്ട് റീഡ് ചെയ്യുകയും അതേപോലെ സീക്വൻസ് ആയിട്ട് റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാംസ് എന്ന് പറയുന്നത്. When a data unit is written into given address in the RAM, the data unit previously stored in that address is replaced by the new data unit. ഇനി നമ്മളൊരു ഡാറ്റ റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ റൈറ്റ് ചെയ്യാൻ പോകുമ്പം നമ്മൾ സ്പെസിഫൈ ചെയ്ത അഡ്രസ്സിൽ ഓൾറെഡി ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഡാറ്റയെ പുതിയ ഡാറ്റ റീപ്ലേസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റ പഴയ ഡാറ്റയെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ ഡാറ്റയെ എന്ത് ചെയ്യുന്നത്? ഡാറ്റ യൂണിറ്റ് ആ അഡ്രസ്സിൽ, ആ പർട്ടിക്കുലർ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ when a data unit read from a given address in the RAM, the data unit remains stored and is not erased by the read operation. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനായ റീഡ് ഓപ്പറേഷനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ്സിൽ നിന്നും ഡാറ്റ റീഡ് ചെയ്യുമ്പോൾ, ഡാറ്റ യൂണിറ്റ് റീഡ് ചെയ്യുമ്പം ഒരിക്കലും ആ അഡ്രസ്സിലുള്ള ഡാറ്റയെ ഇറേസ് ചെയ്യപ്പെടുന്നില്ല. റീഡ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ അവിടെ റീറ്റെയിൻ ചെയ്യും. അവിടെ ഡാറ്റ യൂണിറ്റ് റിമെയിൻസ് സ്റ്റോർഡ് ആൻഡ് ഇസ് നോട്ട് ഇറേസ്ഡ് ബൈ ദ റീഡ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷൻ ഒരിക്കലും ഡാറ്റ യൂണിറ്റിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. പക്ഷെ നേരത്തെ നമ്മൾ കണ്ട റൈറ്റ് ഓപ്പറേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഓൾറെഡി ആ പർട്ടിക്കുലർ ഡാറ്റ അഡ്രസ്സിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ മെമ്മറി അഡ്രസ്സിൽ ഡാറ്റ ഉണ്ടെങ്കിൽ, ഡാറ്റ യൂണിറ്റ് ഉണ്ടെങ്കിൽ ആ ഡാറ്റ യൂണിറ്റ് എന്ത് ചെയ്യും? ഇറേസ് ചെയ്യപ്പെടും. റൈറ്റ്? പുതിയ ഡാറ്റ യൂണിറ്റുമായിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും. ഓക്കെ. സോ ഈ രണ്ട് ഓപ്പറേഷനാണ് റാൻഡം ആക്സസ് മെമ്മറിയിൽ കോമൺ ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ്. RAM is typically used for short-term data storage because it cannot retain stored data when power is turned off. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താ ഡിസഡ്വാൻറ്റേജ്? റാം സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ റാമിന് ഷോർട്ട് ടേം ഡാറ്റ സ്റ്റോറേജിന് ഉപയോഗിക്കുന്നു എന്ന് പറയാൻ കാരണം, പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ മെമ്മറിയിലുള്ള ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഇറേസ് ആയി പോകും. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഷോർട്ട് ടൈം ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയാൻ കാരണം.
അപ്പോൾ ഷോർട്ട് ടേം ഡാറ്റ സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് ടിപ്പിക്കലി റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ആസ് വോളറ്റൈൽ മെമ്മറീസ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്മറിയിലെ പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്നും ഡാറ്റ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അതാണ് റാൻഡം ആക്സസ് മെമ്മറി. സോ ഇത്രയും കാര്യങ്ങളാണ് റാൻഡം ആക്സസ് മെമ്മറിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റാൻഡം ആക്സസ് മെമ്മറിയുടെ ഫാമിലി, റാൻഡം ആക്സസ് മെമ്മറിയുടെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 2 കാറ്റഗറിയാണുള്ളത്, സ്റ്റാറ്റിക് റാമും അതേപോലെ ഡൈനാമിക് റാം. എന്താ സ്റ്റാറ്റിക് റാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഫിഗറിൽ ജസ്റ്റ് നിങ്ങൾ നോക്കുക, സ്ക്രീനിൽ വന്ന ആ ഫിഗറിൽ ജസ്റ്റ് നോക്കുക. റാൻഡം ആക്സസ് മെമ്മറിയെ നമ്മൾ മെയിനായിട്ട് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിക് റാം അതേപോലെ തന്നെ ഡൈനാമിക് റാം. അതിനെ എസ് റാം എന്നും ഡി റാം എന്നും പറയും. ഇനി ഫർദർ സ്റ്റാറ്റിക് റാമിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, അസിൻക്രോണസ് എസ് റാം ആൻഡ് സിൻക്രോണസ് എസ് റാം. ഇനി ഡൈനാമിക് റാമിൻ്റെ പോർഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡൈനാമിക് റാമിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാണ്? ഫാസ്റ്റ് പേജ് മോഡ് ഡി റാം, FPM ഡി റാം, എക്സ്റ്റൻഡഡ് ഡാറ്റ ഔട്ട് ഡി റാം, അതേപോലെ ബസ്റ്റ് EDO ഡി റാം, അതേപോലെ സിൻക്രോണസ് ഡി റാം, അതായത് എസ് ഡി റാം. ഇങ്ങനെയാണ് റാൻഡം ആക്സസ് മെമ്മറിയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനായ സ്റ്റാറ്റിക് റാം അല്ലെങ്കിൽ എസ് റാം എന്താണെന്നുള്ളത് നോക്കാം. എസ് റാം അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഇറ്റ് ജനറലി യൂസ് ലാച്ചസ് ആസ് സ്റ്റോറേജ് എലമെന്റ്സ് ആൻഡ് ക്യാൻ therefore store data indefinitely as long as DC power is applied. അപ്പോൾ DC പവർ ഏതൊക്കെ സമയത്ത് പിന്നെ സ്റ്റാറ്റിക് റാമിലുണ്ടോ ആ സമയം മുഴുവനായിട്ടും ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ DC പവർ സ്റ്റാറ്റിക് റാമിലുള്ളിടത്തോളം കാലം അതിലുള്ള ഡാറ്റ എന്താവുന്നില്ല, ലോസ് ആവുന്നില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ആ ടെക്നോളജിയെ പറയുന്ന പേരാണ് ലാച്ച്. ജനറലി യൂസ് ലാച്ചസ് ആസ് സ്റ്റോറേജ് എലമെന്റ്സ്. സ്റ്റോറേജ് എലമെന്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാച്ചസ് ആണ്. അപ്പം അങ്ങനെ ലാച്ചസ് നമ്മൾ യൂസ് ചെയ്യുമ്പം DC പവർ സ്റ്റാറ്റിക് റാമിലുള്ളിടത്തോളം കാലം ഡാറ്റ ഒരിക്കലും എന്താവില്ല, ലോസ് ആവില്ല. റൈറ്റ്. ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഡാറ്റ ഇൻഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ കഴിയും. കാരണം ലാച്ചസ് എന്ന് പറയുന്ന സ്റ്റോറേജ് എലമെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആസ് ലോങ് ആസ് DC പവർ ഈസ് അപ്ലൈഡ് ടു സ്റ്റാറ്റിക് മെമ്മറി സെൽ ഇറ്റ് ക്യാൻ റീറ്റെയിൻസ് ദ വാല്യൂ 0 or 1. നമുക്കറിയാം ബൈനറി ഡാറ്റയാണ് എപ്പോഴും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് 0 അല്ലെങ്കിൽ 1 ആവാം. അപ്പോൾ DC പവർ അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ സ്റ്റാറ്റിക് മെമ്മറി സെല്ലിൽ ഈ 2 വാല്യൂ ഉണ്ടാവും, ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടാവും, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. If the power is removed, the stored data bit is lost. Obviously, റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്, ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ ക്ലിയർ ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിക് മെമ്മറിയിലും അങ്ങനെ തന്നെയാണ്. പവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോർഡ് ഡാറ്റ എന്ത് ചെയ്യും, ലോസ് ആവും. ദെൻ ഡാറ്റ ക്യാൻ ബി റീഡ് മച്ച് ഫാസ്റ്റർ. നമ്മൾ വേറെ ഏതൊരു മെമ്മറിയെ കമ്പയർ ചെയ്യുമ്പോഴും, അതായത് ഡി റാം മെമ്മറിയെ കമ്പയർ ചെയ്യുമ്പോഴും ഡാറ്റ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ കഴിയും. സ്റ്റാറ്റിക് റാമിൽ വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ ഡിവിഷൻ നോക്കാം, സ്റ്റാറ്റിക് റാംസിൻ്റെ ഡിവിഷൻസ് നോക്കാം. ദ ബേസിക് ടൈപ്സ് ഓഫ് SRAMs ആർ ദി അസിൻക്രോണസ് SRAMs ആൻഡ് സിൻക്രോണസ് SRAMs വിത്ത് ബേസ്റ്റ് ഫീച്ചേഴ്സ്. ബേസ്റ്റ് ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ 2 റാംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, SRAMസും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അസിൻക്രോണസ് SRAMസും അതേപോലെ സിൻക്രോണസ് SRAMസും. സോ SRAMസിന് 2 കാറ്റഗറിയാണുള്ളത്, അസിൻക്രോണസ് SRAMs ആൻഡ് സിൻക്രോണസ് SRAMs. ഇനി അടുത്ത കാറ്റഗറിയായ റാമിലെ അടുത്ത കാറ്റഗറിയായ ഡൈനാമിക് റാം എന്താണെന്നുള്ളത് നോക്കാം. എന്താ ഡൈനാമിക് റാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ജനറലി യൂസ് കപ്പാസിറ്റേഴ്സ് ആസ് സ്റ്റോറേജ് എലമെന്റ്സ് ആൻഡ് കനോട്ട് റിറ്റെയിൻ ഡാറ്റ വെരി ലോങ് വിത്തൗട്ട് ദ കപ്പാസിറ്റേഴ്സ് ബീങ് ചാർജ്ഡ് ബൈ എ പ്രോസസ് കോൾഡ് റീഫ്രഷിംഗ്. അപ്പോൾ ഈ ഡൈനാമിക് റാമിൽ നമ്മൾ സ്റ്റോറേജ് എലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ കപ്പാസിറ്റേഴ്സ് എന്താണെന്നുള്ള അറിയാം. ഇതൊരു സ്റ്റോറേജ് എലമെന്റ് ആണ്. ആ സ്റ്റോറേജ് എലമെന്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കപ്പാസിറ്ററുള്ള ചാർജിന് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റാറ്റിക് റാമിൽ നമ്മൾ ലാച്ചാണ് ഉപയോഗിച്ചത്. അപ്പോൾ ലാച്ച് ഉപയോഗിക്കുമ്പം അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊക്കെ സമയത്ത് DC പവർ ഓൺ ആണോ ആ സമയത്തൊക്കെ നമുക്ക് ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ കഴിയും. പക്ഷേ ഡൈനാമിക് റാമിൽ അങ്ങനെയല്ല. കപ്പാസിറ്ററിന്റെ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി അതിൽ ഡാറ്റ എന്ത് ചെയ്യും, റിമൂവ് ആവും. ജനറലി യൂസ് കപ്പാസിറ്റേഴ്സ് ആസ് സ്റ്റോറേജ് എലമെന്റ് ആൻഡ് കനോട്ട് റീറ്റെയിൻ ഡാറ്റ വെരി ലോങ്. കുറേ സമയത്തേക്ക് നമുക്ക് ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം കപ്പാസിറ്ററിന്റെ ചാർജ് എത്രത്തോളം ഉണ്ടോ അത്രേ മാത്രമേ നമുക്ക് ഡാറ്റ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, റീറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ കപ്പാസിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റയുടെ റീറ്റെയിനിങ് റേഞ്ച് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ കപ്പാസിറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ കഴിയും, റീചാർജ് ചെയ്യാൻ കഴിയും. എങ്ങനെ? അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീഫ്രഷിംഗ് എന്ന് പറയുന്നത്. സോ റീഫ്രഷിംഗ് പ്രോസസ്സ് കപ്പാസിറ്ററിലെ ചാർജ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ, കപ്പാസിറ്റർ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ റീചാർജ് ചെയ്യാൻ വേണ്ടി റീഫ്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. സോ ഇവിടെ DC പവർ ഓൺ ആണെങ്കിലും പിന്നെ കപ്പാസിറ്ററിലെ സ്റ്റോറേജ് അല്ല കപ്പാസിറ്ററിലെ കപ്പാസിറ്റി കഴിഞ്ഞാൽ ചാർജ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, ഡാറ്റ നമുക്ക് റിറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതിനെന്ത് ചെയ്യും, കപ്പാസിറ്ററിനെ വീണ്ടും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി റീഫ്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സോ DRAMs വിൽ ഓൾസോ ലൂസ് സ്റ്റോർഡ് ഡാറ്റ വെൻ DC പവർ ഈസ് റിമൂവ്ഡ്. അപ്പോൾ ഒന്നുകിൽ രണ്ട് തരത്തിലാണ് DRAMസിലെ ഡാറ്റ ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റോർഡ് ഡാറ്റ റിമൂവ് ആവുന്നത് അല്ലെ ലോസ് ആവുന്നത്. ഒന്നുകിൽ കപ്പാസിറ്ററിന്റെ ചാർജ് ഡിസ്ചാർജ് ആകുക, കപ്പാസിറ്ററിന്റെ ചാർജ് കഴിയുക, അല്ലെങ്കിൽ DC പവർ ഓഫ് ചെയ്യാം. DC പവർ ഓഫ് ചെയ്തിട്ട് കപ്പാസിറ്ററിലെ ചാർജ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യില്ല, നമുക്ക് ഡാറ്റയെ റിറ്റെയിൻ ചെയ്യാൻ കഴിയില്ല, ഡാറ്റ ലോസ് ആവും. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കപ്പാസിറ്ററിലെ ചാർജിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്ററിലെ ചാർജിനനുസരിച്ചായിരിക്കും DRAMിലെ മെമ്മറി അല്ല DRAMിലെ ഡാറ്റ റീറ്റെയിൻ ചെയ്യുന്നത്. കപ്പാസിറ്ററിലെ ചാർജ് കഴിഞ്ഞാൽ ഡാറ്റ എന്താവും, ലോസ് ആവും. അവിടെ DC പവർ ഉണ്ടെങ്കിൽ കൂടി കപ്പാസിറ്ററിലെ ചാർജ് കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആവും. അണ്ടിൽ നമ്മൾ റീഫ്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, റീഫ്രഷ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തു, DC പവറും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കപ്പാസിറ്റർ എലമെന്റ്സിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയും, ഡാറ്റ യൂണിറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ DC പവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കപ്പാസിറ്ററിൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. DRAMs can store much more data than SRAMs for given physical size and cost because DRAM cell is much simpler. ഇപ്പോൾ DRAM എന്ന് പറയുന്നത് SRAMനെ കമ്പയർ ചെയ്യുമ്പം ഡാറ്റ കൂടുതലായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. കാരണം അതിൻ്റെ ഫിസിക്കൽ സൈസും കോസ്റ്റും നമ്മൾ നോക്കുമ്പം കൂടുതൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. കാരണം ഇത് സിമ്പിളാണ്. DRAMസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളാണ്. കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഡാറ്റ സ്റ്റോറേജിൽ വളരെ സിമ്പിളാണ്. ഓക്കെ, സോ അതുകൊണ്ട് SRAMനെ കമ്പയർ ചെയ്യുമ്പോൾ, സ്റ്റാറ്റിക് റാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ സ്റ്റോറേജിൻ്റെ കേസിൽ DRAM ആണ് മോർ ബെറ്റർ ദാൻ SRAM. ഇനി DRAMസിൻ്റെ ഡിവിഷൻസ് നമുക്ക് നോക്കാം. ദ ബേസിക് ടൈപ്സ് ഓഫ് DRAMs ആർ ദി ഫാസ്റ്റ് പേജ് മോഡ് DRAM, അതേപോലെ അതായത് FPM DRAM, ദെൻ എക്സ്റ്റൻഡഡ് ഡാറ്റ ഔട്ട് DRAM, EDO DRAM, ദ ബേസ്റ്റ് EDO DRAM ആൻഡ് സിങ്ക്രണസ് DRAM. അപ്പോൾ ഇത്രയാണ് ഡൈനാമിക് റാംസിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നില്ല, കാരണം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ കുറേ സമയമെടുക്കും. എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DRAMs ഉള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് റീഡ് ഓൺലി മെമ്മറീസ്. അതിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് റോംസ്, റീഡ് ഓൺലി മെമ്മറി. അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റീഡ് ഓൺലി മെമ്മറി എന്ന് പറഞ്ഞാൽ ആ മെമ്മറിയിൽ നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ, അതിലേക്ക് റൈറ്റ് ചെയ്യാൻ കഴിയില്ല. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ റീഡ് ഓൺലി മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റൈറ്റ് ചെയ്യാൻ കഴിയില്ല, റൈറ്റ്. പക്ഷെ അതിനും എക്സെപ്ഷൻസ് ഉണ്ട്. A ROM contains permanently or semi-permanently stored data which can be read from the memory but either cannot be changed at all or cannot be changed without specialized equipment. So ഇവിടെ നമുക്ക് ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ റീഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അത് ഒന്നുകിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത റോം ആയിരിക്കാം, അല്ലെങ്കിൽ സെമി പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത റോം ആയിരിക്കാം. ഓക്കെ, സോ ആ റോമിൽ നിന്നും ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ചില എക്സെപ്ഷണൽ കേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. കനോട്ട് ബി ചേഞ്ച്ഡ് വിത്തൗട്ട് എ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്. സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലെ ഡാറ്റയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. സോ ബേസിക്കലി റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയാണ്. ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ
സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെൻസിൻ്റെ പിന്നെ ആവശ്യമൊക്കെ ഉണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അത് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് റീഡ് ഒൺലി മെമ്മറി അല്ലെങ്കിൽ റോംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. A ROM store data that are used repeatedly in system applications such as tables, programmed instructions for system initialization and operations. Okay, so ഇവിടെ നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്കറിയാം. അപ്പം അങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റയെ അല്ല സെമി പെർമനൻ്റ് ആയിട്ടുള്ള ഡാറ്റയെ റിപ്പീറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ റോമിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റയെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, റീഡ് ചെയ്യാൻ കഴിയും. അപ്പം അതിന് ഒരു ആപ്ലിക്കേഷനാണ് ടേബിൾസ് എന്ന് പറയുന്നത്. ടേബിൾസിൽ ഡാറ്റ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെമി പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിസ്റ്റം ഇനീഷ്യലൈസേഷനും അതേപോലെ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയും, റീഡ് ഒൺലി മെമ്മറിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ റോംസ് റീറ്റെയിൻ സ്റ്റോർഡ് ഡാറ്റ വെൻ ദ പവർ ഈസ് turn off and are therefore non-volatile memories. അപ്പോൾ റോമിലെ ഡാറ്റ എന്ന് പറയുന്നത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിലെ ഡാറ്റ റീറ്റെയിൻ ചെയ്യും, സ്റ്റോർഡ് ഡാറ്റ റീറ്റെയിൻ ചെയ്യും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. റീഡ് ഒൺലി മെമ്മറിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പവർ ഓഫായി കഴിഞ്ഞാലും ഡാറ്റ എന്താവും, റീറ്റെയിൻ ചെയ്യും, സ്റ്റോർഡ് ഡാറ്റ റീറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറയും. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിലുള്ള ഡാറ്റ എന്താവില്ല, റിമൂവ് ആവില്ല. സ്റ്റോർ ചെയ്ത ഡാറ്റ റീറ്റെയിൻ ചെയ്യും, പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും റീറ്റെയിൻ ചെയ്യും. ഓക്കെ, സോ അതിന് നമുക്ക് പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സെമി പെർമനൻ്റ് ആയിട്ടോ അതിൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് റോമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി റോമിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. റോമിൻ്റെ കാറ്റഗറീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മാസ്ക് റോം ഉണ്ട്, പ്രോഗ്രാമബിൾ റോം ഉണ്ട്, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ഉണ്ട്, അൾട്രാ വയലറ്റ് EEPROM, അതേപോലെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം. ഇത്രയാണ് റീഡ് ഒൺലി മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് മാസ്ക് റോം? ഒന്നാമത്തെ കാറ്റഗറിയായ മാസ്ക് റോം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. The mask ROM is the type in which the data are permanently stored in the memory during the manufacturing process. So ഈ റോം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ഡാറ്റ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതിന് മാസ്ക് റോം എന്നാണ് പറയുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, റോം എന്ന് പറയുന്ന റീഡ് ഒൺലി മെമ്മറിയാണ്. ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയും നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. അതിനാണ് റീഡ് ഒൺലി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്ക് റോം ആണ്. മാസ്ക് റോം എന്ന് പറഞ്ഞാൽ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ അതെപ്പോഴാണ് ഡാറ്റ ഈ റോമിലേക്ക് അല്ലെങ്കിൽ റീഡ് ഒൺലി മെമ്മറിയിലേക്ക് എപ്പോഴാണ് സ്റ്റോർ ചെയ്യുന്നത്? ആ റീഡ് ഒൺലി മെമ്മറി എപ്പോഴാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത് എപ്പോഴാണോ ആ സമയത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ആയിരിക്കും അതിലുണ്ടാകുക. അപ്പോൾ അത് പെർമനൻ്റ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതിനെ നമ്മൾ മാസ്ക് റോം എന്നാണ് പറയുക. ഇത് പ്രോം എന്ന് പറയുന്നത് എന്താ, പ്രോഗ്രാമബിൾ റോം. പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റോം ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഇൻ വിച്ച് ദ ഡാറ്റ ആർ ഇലക്ട്രിക്കലി സ്റ്റോർഡ് ബൈ ദ യൂസർ വിത്ത് ആൻ എയ്ഡ് ഓഫ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്. അപ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നില്ല. മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇതിലേക്ക് പ്രോഗ്രാമബിൾ റോമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെ നമുക്ക് എന്ത് വേണം, സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സിന്റെ സഹായം വേണം. സോ സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടി ഇലക്ട്രിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റയെ പ്രോഗ്രാമബിൾ റോമിലേക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അവിടെ മാനുഫാക്ചറിങ് പ്രോസസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക്കലി യൂസറിന് എന്ത് ചെയ്യാൻ കഴിയും, അതിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് എന്ത് വേണം, സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ് അതിന് വേണ്ടി വേണം. മൈക്രോ പ്രോസസ്സർ എടുക്കുകയാണെങ്കിൽ മൈക്രോ പ്രോസസ്സർ കിറ്റിലൂടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, റോമിലേക്ക് സ്റ്റോർ ചെയ്യും, എല്ലാ പ്രോസസ്സറിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആണ്. ഇനി ബോത്ത് മാസ്ക് റോം ആൻഡ് പ്രോം ക്യാൻ ബി എയ്തർ ബൈപോളാർ ഓർ MOS ടെക്നോളജി. അപ്പോൾ ഇവിടെ ഈ രണ്ട് റോമിൻ്റെ മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഒന്നുകിൽ ബൈപോളാർ ടെക്നോളജി ആയിരിക്കും, അല്ലെങ്കിൽ MOS ടെക്നോളജി ആയിരിക്കും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് വന്നാൽ ദ EEPROM ഓർ ഇറേസബിൾ പ്രോം ഈസ് സ്ട്രിക്ട്ലി എൻ MOS ഡിവൈസ്. അപ്പോൾ എന്താണ് EEPROM എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. അപ്പം പക്ഷേ ഇവിടെ EEPROM-ൽ ഇറേസബിൾ പ്രോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് MOS ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. Then ultraviolet PROM is electrically programmed by the user, but the stored data must be erased by exposure to ultraviolet light over a period of several minutes. അപ്പോൾ ഇവിടെ അൾട്രാവയലറ്റ്
പ്രോം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും, ഇറേസ് ചെയ്യാം. എങ്ങനെ ഇറേസ് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്ക് അൾട്രാ വയലറ്റ് ലൈറ്റ് ഈ ഡിവൈസിലേക്ക് അല്ലെങ്കിൽ പ്രോമിലേക്ക് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് സെവറൽ മിനിറ്റ്സ് ഒരു കുറച്ച് സമയത്തേക്ക്, പീരീഡ് ഓഫ് സെവറൽ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്ക് അൾട്രാ വയലറ്റ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഡാറ്റ എന്താവും, ഇറേസ് ചെയ്യപ്പെടും. സ്റ്റോർഡ് ഡാറ്റ നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, റോമിലെ ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, പക്ഷേ സ്പെഷ്യലൈസ്ഡ് ഡിവൈസിന്റെ സഹായം നമുക്ക് വേണം. അപ്പോൾ ഇവിടെ അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡാറ്റയെ ഇറേസ് ചെയ്യാൻ സാധിക്കും. അതിനെ UV പ്രോം എന്ന് പറയും. ദ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം, EEPROM എന്ന് പറയുന്നത് ക്യാൻ ബി ഇറേസ്ഡ് ഇൻ എ ഫ്യൂ മില്ലി സെക്കൻഡ്സ്. അവിടെ നമ്മൾ പീരീഡ്സ് ഓഫ് സെവറൽ മിനിറ്റ്സ് ആണ്, കുറേ സമയം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറേസ് ചെയ്യുന്നത്. പക്ഷേ EEPROM ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോമിൽ നമുക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, ഡാറ്റയെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമുക്ക് റിമൂവ് ചെയ്യാം, ഇറേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ റീപ്രോഗ്രാംഡ് ആണ്. നമുക്ക് EEPROM അതേപോലെ EEPROM നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും, ഇലക്ട്രിക്കലി റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എന്താണ് പ്രോഗ്രാമബിൾ പ്രോംസ് എന്ന് നോക്കാം. പ്രോഗ്രാമബിൾ റോംസ് എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രോഗ്രാമബിൾ റോംസും രണ്ടാമത്തത് ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റോംസ് ആണ്. ഇനി എന്താണ് പ്രോംസ് എന്ന് നോക്കാം. പ്രോഗ്രാമബിൾ റോംസ് എന്താ? പ്രോഗ്രാമബിൾ റോംസ് എന്ന് പറഞ്ഞാൽ എ പ്രോം യൂസസ് സം ടൈപ്പ് ഓഫ് ഫ്യൂസിംഗ് പ്രോസസ് ടു സ്റ്റോർ ബിറ്റ്സ് in which a memory link is burned, open or left intact to represent a 0 or a 1. So PROM എന്ന് പറയുന്നത് നമ്മളൊരു ഫ്യൂസിംഗ് പ്രോസസ്സിലൂടെ, ഇഞ്ചക്ഷൻ പ്രോസസ്സിലൂടെ ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് എവിടെ നടക്കുക? ടു സ്റ്റോർ ബിറ്റ്സ് ഇൻ വിച്ച് എ മെമ്മറി ലിങ്ക് ഈസ് ബേൺഡ്. ഒരു മെമ്മറി ലിങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ബേൺ ചെയ്യാൻ പറ്റും. ബേൺഡ് ഓപ്പൺ ഓർ ലെഫ്റ്റ് ഇൻടാക്ട് ടു റെപ്രസെന്റ് എ 0 or 1. 1 or 0 റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫ്യൂസിംഗ് പ്രോസസ്സ് പ്രോമിൽ ചെയ്യും. അപ്പം അങ്ങനെ ഫ്യൂസിംഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ 0 സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്യൂസിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇലക്ട്രിക്കൽ പ്രോസസ്സാണ്. ദ ഫ്യൂസിംഗ് പ്രോസസ് ഈസ് ഇറിവേഴ്സിബിൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. വീണ്ടും നമുക്ക് പഴയ ഇതിലേക്ക് പോകാൻ കഴിയില്ല. ഇറിവേഴ്സിബിൾ ആണ്. once PROM is programmed, it cannot be changed. PROM നമുക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ യൂസറിന് പ്രോഗ്രാം ചെയ്യാൻ കഴിയും, പ്രോമിലേക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ വൺസ് അതിലേക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? അതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. റൈറ്റ്? റിവേഴ്സ് ചെയ്യാനും കഴിയില്ല, ചേഞ്ച് ചെയ്യാനും കഴിയില്ല. അപ്പം നമ്മളൊരു ഡാറ്റ 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ മെമ്മറി ലിങ്കിൽ സ്റ്റോർ ചെയ്തു, രണ്ടാമത്തെ മെമ്മറി ലിങ്കിൽ 0 എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒന്നാമത്തെ മെമ്മറി ലിങ്കിൽ 1 അല്ല വേണ്ടത്, അവിടെ 0 ആയിരുന്നു വേണ്ടത് എന്നുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഓൾറെഡി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ വൺസ് PROM ഈസ് പ്രോഗ്രാംഡ്, ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ്. PROM പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ചേഞ്ച് ചെയ്യാനും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രോഗ്രാമബിൾ ROM എന്ന് പറയുന്നത്. അപ്പം 3 basic fuse technologies used in PROMs are metal link, silicon link and PN junctions. ഈ 3 ടെക്നോളജിയാണ്, ഫ്യൂസ് ടെക്നോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്യൂസിങ്ങിലൂടെയാണ് ഡാറ്റ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഫ്യൂസിങ്ങിലൂടെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ ഫ്യൂസിങ് നടക്കുന്നത് 3 ടെക്നോളജിയിലൂടെയാണ്. ഒന്ന് മെറ്റൽ ലിങ്ക്, രണ്ടാമത്തെ സിലിക്കൺ ലിങ്ക്, മൂന്നാമത്തത് PN ജംഗ്ഷൻ. അപ്പോൾ എന്താണ് ഓരോന്നെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഒന്നാമത്തെ മെറ്റൽ ലിങ്ക്സ്. മെറ്റൽ ലിങ്ക്സ് ആർ മെയ്ഡ് ഓഫ് മെറ്റീരിയൽ സച്ച് ആസ് നിക്രോം. നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് മെറ്റൽ ലിങ്ക് എന്ത് ചെയ്യുന്നത്? ഉണ്ടാക്കുന്നത്, അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, മേഡ് ചെയ്യുന്നത്. ഈച്ച് ബിറ്റ് ഇൻ ദി മെമ്മറി അറേ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സെപ്പറേറ്റ് ലിങ്ക്. മെമ്മറിയിൽ ഓരോ ബിറ്റും, മെമ്മറി അറേയിലെ ഓരോ ബിറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ലിങ്കിലൂടെയാണ്. ഡ്യൂറിങ് പ്രോഗ്രാമിംഗ് ദ ലിങ്ക് ഈസ് എയ്തർ ബ്ലോൺ, ഓപ്പൺ ഓർ ലെഫ്റ്റ് ഇൻടാക്ട്. ഓക്കെ, ഓരോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലിങ്ക് എന്ത് ചെയ്യും? ബ്ലോൺ ചെയ്യും, അല്ലെങ്കിൽ ബ്ലോൺ, ഓപ്പൺ ഓർ ലെഫ്റ്റ് ഇൻടാക്ട്. ലെഫ്റ്റ് ഇൻടാക്ട് ആയിട്ട് എന്ത് ചെയ്യും? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. This is done basically by first addressing a given cell and then forcing a sufficient amount of current through the link to cause it to open. Okay, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അഡ്രസ്സ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സെല്ലിനെ അഡ്രസ്സ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് കറണ്ട് ഈ പിന്നെ മെറ്റൽ ലിങ്കിലേക്ക് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു. അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പം എന്ത് ചെയ്യും?
മെറ്റൽ ലിങ്കിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഓപ്പണോ അല്ലെങ്കിൽ ലെഫ്റ്റ് ഇൻഡാക്റ്റോ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ അത് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം. അതായത് 1 അല്ലെങ്കിൽ 0 നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന അർത്ഥം. ഇനി രണ്ടാമത്തെ ടെക്നോളജിയിൽ വന്നു കഴിഞ്ഞാൽ അത് സിലിക്കൺ ലിങ്ക് ആണ്. സിലിക്കൺ ലിങ്ക് എന്ന് പറയുന്നത് എന്താ? സിലിക്കൺ ലിങ്ക്സ് ആർ ഫോണ്ട് ബൈ നാരോ നോച്ച്ഡ് സ്ട്രിപ്സ് ഓഫ് പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ. പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ടാണ് സിലിക്കൺ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് നിക്രോം ആണ്. മെറ്റൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നിക്രോമിലാണെങ്കിൽ സിലിക്കൺ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോളിക്രിസ്റ്റലൈൻ സിലിക്കൺ ആണ്. പ്രോഗ്രാമിംഗ് ഓഫ് ദീസ് ഫ്യൂസസ് റിക്വയർസ് മെൽറ്റിംഗ് ഓഫ് ദ ലിങ്ക്സ് ബൈ പാസിംഗ് എ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് കറന്റ് ത്രൂ ദം. അപ്പോൾ ഇവിടെ ഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ലിങ്ക്സിനെ മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഒരു സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് കറന്റ് പാസ് ചെയ്യണം. This amount of current causes a high temperature at the fuse location that oxidizes the silicon and forms insulation around the now open link. അപ്പോൾ ഈ സ്പെസിഫിക് എമൗണ്ട് ഓഫ് കറണ്ട് നമ്മൾ കൊടുക്കുമ്പം ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുകയും, അതായത് ഫ്യൂസ് ലൊക്കേഷനിൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുകയും അതുപോലെ തന്നെ സിലിക്കൺ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസുലേഷൻ എവിടെ ഓപ്പൺ ആവും? നൗ ഓപ്പൺ ലിങ്കിൽ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. അതിൻ്റെ മുകളിലൊക്കെ ഒരു ഇൻസുലേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ സിലിക്കൺ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സിലിക്കൺ ലിങ്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇനി മൂന്നാമത്തെ ടെക്നോളജി എന്ന് പറയുന്നത് ഷോർട്ടഡ് ജംഗ്ഷനാണ്. PN ജംഗ്ഷൻ അല്ലെങ്കിൽ ഷോർട്ടഡ് ജംഗ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ അവലാഞ്ച് ഇൻഡ്യൂസ്ഡ് മൈഗ്രേഷൻ എന്നും പറയും. ഈ ടെക്നോളജി കൺസിസ്റ്റ് ബേസിക്കലി ഓഫ് 2 PN ജംഗ്ഷൻസ് അറേഞ്ച് ബാക്ക് ടു ബാക്ക്. 2 PN ജംഗ്ഷനാണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. ബാക്ക് ടു ബാക്ക് ആയിട്ട് 2 PN ജംഗ്ഷൻ അറേഞ്ച് ചെയ്യും. During പ്രോഗ്രാമിന്റെ സമയത്ത് one of the diode junctions is avalanched and the resulting voltage and heat cause aluminum ions to migrate and short the junction. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിലെ ഒരു ഡയോഡ് ജംഗ്ഷൻ എന്ത് ചെയ്യുന്നത്? ആവലാഞ്ച് ചെയ്യും. ആവലാഞ്ച് ചെയ്യുമ്പം ദ റിസൾട്ടിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് അതേപോലെ റിസൾട്ടിങ് വോൾട്ടേജും ഹീറ്റും അലൂമിനിയം അയൺസിനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് ജംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഷോർട്ട് ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ദ റിമൈനിങ് ജംഗ്ഷൻ ഈസ് ദെൻ യൂസ്ഡ് ആസ് എ ഫോർവേഡ് ബയസ് ഡയോഡ് ടു റെപ്രസെൻറ്റ് എ ഡാറ്റ ബിറ്റ്. അപ്പോൾ ഇതാണ് ഷോർട്ടഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ PN ജംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇൻ ടോട്ടൽ ഈ 3 ടെക്നോളജിയാണ് നമ്മൾ ബ്രീഫായിട്ട് നോക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. പ്രോംസിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 3 ടെക്നോളജിയാണ് ഇത്. ഒന്നാമത്തെ മെറ്റൽ ലിങ്ക്, രണ്ടാമത്തെ സിലിക്കൺ ലിങ്ക്, മൂന്നാമത്തത് ഷോർട്ടഡ് ജംഗ്ഷൻ അല്ലെങ്കിൽ PN ജംഗ്ഷൻ. ഇത്രയാണ് ഈ 3 ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി എന്താണ് EEPROM എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ EEPROM എന്ന് പറയുന്നത്? ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറീസ്. EEPROM ഈസ് ആൻ ഇറേസബിൾ പ്രോം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ഇറേസ് ചെയ്യാൻ കഴിയും. പ്രോമിൽ നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മൾ പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പക്ഷേ EEPROM എന്ന് പറയുന്നത് നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. പ്രോഗ്രാമിനെ ഇറേസ് ചെയ്യാൻ കഴിയും. Unlike an ordinary PROM, an EEPROM can be programmed if an existing program in the memory array is erased first. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ EEPROM എന്ന് പറയുന്ന മെമ്മറി റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. അപ്പോൾ ഓൾറെഡി അതിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇറേസ് ചെയ്യാം. ഇറേസ് ചെയ്തിട്ട് അതിനെ റീപ്രോഗ്രാം ചെയ്യാം. റൈറ്റ്? ആൻഡ് EEPROM യൂസ് NMOSFET array with an isolated gate structure. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് NMOSFET array ആണ്. NMOSFET array എന്ന് പറയുന്ന അറേയിലേക്കാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദി ഐസൊലേറ്റഡ് ട്രാൻസിസ്റ്റർ ഗേറ്റ് ഹാസ് നോ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആൻഡ് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക്കൽ ചാർജ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ചാർജാണ് നമ്മൾ ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ചാർജ് ആയിരിക്കും. അപ്പോൾ ഐസൊലേറ്റഡ് ട്രാൻസിസ്റ്റർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പണൻ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നോ ഇലക്ട്രിക് കണക്ഷൻസ് ആണ്. ഇലക്ട്രിക് കണക്ഷൻസ് ഒന്നുമില്ല. ബട്ട് ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് ചാർജ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക്, ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിനെ ഇലക്ട്രിക്കൽ ചാർജ് ആയിട്ടാണ് ഡാറ്റ ഐസൊലേറ്റഡ് ട്രാൻസിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി the data bit in this type of array is represented by the presence of or absence of stored gate charge. അപ്പോൾ ഇവിടെ ഡാറ്റ ബിറ്റ് അറേയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് ആയിരിക്കും. പ്രസൻസ് ഓഫ് ഡാറ്റ ബിറ്റ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്റ്റോർഡ് ഗേറ്റ് ചാർജ്. പ്രസൻസ് ഓഫ് സ്റ്റോർഡ് ഗേറ്റ് ചാർജ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് സ്റ്റോർഡ് ഗേറ്റ് ചാർജ്. നമുക്കറിയാം ചാർജ് ആണ്, ഇലക്ട്രിക്കൽ ചാർജ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്നത് പ്രസൻസ് ആണെങ്കിൽ അത് 1ഉം ആബ്സെൻസ് ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ,
സോ അങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇറേസർ ഓഫ് ഡാറ്റ ബിറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് റിമൂവ്സ് ദി ഗേറ്റ് ചാർജ്. ഗേറ്റ് ചാർജ് നമുക്ക് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ഇറേസർ. നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഡാറ്റ ഇറേസ് ചെയ്യാൻ കഴിയും, അപ്പോൾ അതിനെ ഇറേസർ എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ പ്രോം എന്ന് പറയുന്നത്? ഈ പ്രോം എന്ന് പറയുന്നത് ഇറേസബിൾ പ്രോം ആണ്. ഇപ്പോൾ ഇറേസബിൾ പ്രോം എന്ന് പറയുന്ന സാധാരണ പ്രോമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറേസബിൾ പ്രോഗ്രാം നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഓൾറെഡി പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഇറേസ് ചെയ്തുകൊണ്ട് പുതിയ പ്രോഗ്രാം നമുക്ക് അതിലേക്ക് ചെയ്യാൻ കഴിയും. ഇനി അതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എൻമോസ്റ്റ് അറേയാണ്. എൻമോസ്ഫെറ്റ് അറേയാണ്. ആ എൻമോസ്ഫെറ്റ് അറേയുടെ അറേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഐസൊലേറ്റഡ് ഗേറ്റ് സ്ട്രക്ചർ ആണ്. ഐസൊലേറ്റഡ് ഗേറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇലക്ട്രിക്കൽ ചാർജാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് പിന്നെ ഈ അറേയിൽ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് കണക്ഷൻസിലൂടെ ഇലക്ട്രിക് ചാർജ് അതിലുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രിക്കൽ ചാർജ് പ്രസന്റ് ആണെങ്കിൽ അതിനെ 1 എന്നും ആബ്സെന്റ് ആണെങ്കിൽ അതിനെ 0 എന്നും പറയും. അപ്പോൾ ആ ഗേറ്റിലേക്കാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർഡ് ഗേറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് എന്ന് പറയുന്നത് സ്റ്റോർഡ് ഗേറ്റ് ചാർജ് ആണ്. അപ്പോൾ സ്റ്റോർഡ് ഗേറ്റ് ചാർജ് എന്ന് പറയുന്നത് ആബ്സെൻസോ അല്ലെങ്കിൽ പ്രസൻസോ ആവാം. ഇനി ഈ ഡാറ്റയെ നമുക്ക് എന്താ പറയുക, ഈ ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ കഴിയും. റൈറ്റ്? അങ്ങനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഗേറ്റ് ചാർജ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇറേസർ. ഇറേസ് ചെയ്യാൻ കഴിയും. ഇനി പ്രോംസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൾട്രാവയലറ്റ് ഇറേസബിൾ പ്രോം, അതേപോലെ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം, UV പ്രോം ആൻഡ് EE പ്രോം. അൾട്രാവയലറ്റ് ഇറേസബിൾ പ്രോം ആൻഡ് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ ഡാറ്റയെ ഇറേസ് ചെയ്യാൻ കഴിയും. ഒന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അൾട്രാവയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ട് ഇറേസ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ രണ്ട് പ്രോംസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അൾട്രാവയലറ്റ് ഇറേസബിൾ പ്രോം എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് ലൈറ്റ് കൊണ്ട് നമുക്ക് പ്രോമിലുള്ള ഡാറ്റയെ ഇറേസ് ചെയ്യാൻ കഴിയും. രണ്ടാമത്തൊന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈ പ്രോമിലുള്ള ഡാറ്റയെ നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. ഓക്കെ, പക്ഷേ ഇവിടെ കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഇറേസബിൾ പ്രോം ആണ്. കാരണം സ്പീഡ് കൂടുതലായിരിക്കും. ഡാറ്റ നമുക്ക് ഇറേസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്, റിമൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോമിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അൾട്രാവയലറ്റ് ഇറേസബിൾ പ്രോമിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതലായിരിക്കും ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോമിൽ. ഇനി എന്താണ് ഫ്ലാഷ് മെമ്മറി നോക്കാം. ഇത് മൂന്നാമത്തെ ടൈപ്പാണ്, മെമ്മറിയുടെ മൂന്നാമത്തെ ടൈപ്പാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. എന്താ ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്? ദ ഫ്ലാഷ് മെമ്മറീസ് ആർ ഹൈ ഡെൻസിറ്റി റീഡ് ഓർ റൈറ്റ് മെമ്മറീസ്. ഹൈ ഡെൻസിറ്റി ട്രാൻസ്ലേറ്റ് ഇൻ ടു ലാർജ് ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി ദാറ്റ് ആർ നോൺ വോളറ്റൈൽ, which means that data can be stored indefinitely without power. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്ന ഒരു മെമ്മറി കൺസെപ്റ്റ് വരാൻ കാരണം, റീഡ് ഓൺലി മെമ്മറി നോക്കുകയാണെങ്കിലും റാൻഡം ആക്സസ് മെമ്മറി നോക്കുകയാണെങ്കിലും രണ്ടിനും അഡ്വാൻറ്റേജും ഉണ്ട്, അതേപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒന്ന് വോളറ്റൈൽ ആണ്, രണ്ടാമത്തെ നോൺ വോളറ്റൈൽ ആണ്. വോളറ്റൈൽ ആണെങ്കിൽ അതിൽ പിന്നെ എന്താ പറയുക, ഡാറ്റ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ റാൻഡം ആക്സസ് മെമ്മറിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്, റീഡ് ഓൺലി മെമ്മറിക്ക് അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് അഡ്വാൻറ്റേജസും കമ്പൈൻ ചെയ്തുകൊണ്ടൊരു മെമ്മറി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷ് മെമ്മറി നമ്മൾ യൂസ് ചെയ്തത്. ഫ്ലാഷ് മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ ഹൈ ഡെൻസിറ്റി റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഹൈ ഡെൻസിറ്റി റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്താണ് ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ? ഹൈ ഡെൻസിറ്റി ട്രാൻസ്ലേറ്റ് ഇൻ ടു ലാർജ് ബിറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഫ്ലാഷ് മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കും. ദാറ്റ് ആർ നോൺ വോളറ്റൈൽ. നോൺ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു പവർ പോയി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ആവില്ല. റൈറ്റ്? AC പവർ, DC പവർ പോയി കഴിഞ്ഞാൽ, DC പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഡാറ്റ അതിൽ നിന്നും ലോസ് ആവുന്നില്ല. വിച്ച് മീൻസ് ദാറ്റ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് പവർ. വിത്തൗട്ട് പവർ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. They are sometimes used in place of floppy disk or small capacity hard disk drives in portable computers. ഇപ്പോൾ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്ലാഷ് മെമ്മറീസ് പോർട്ട് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സ് ആണ്. പോർട്ടബിൾ കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് ഇപ്പം ഫ്ലോപ്പി ഡിസ്ക് ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിലൊക്കെ ഉള്ളത് എന്താണ്? ഹാർഡ് ഡിസ്ക്, DVD, CD, പെൻ ഡ്രൈവ്, അതേപോലെയുള്ള എന്താണ് മെമ്മറീസ് ആണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതേപോലെയുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ഫ്ലാഷ് മെമ്മറി നമുക്ക് ഉപയോഗിക്കാം. They are sometimes used in place of floppy disk അല്ലെങ്കിൽ small capacity hard disk drives in portable computers. ഇതിന് പകരമൊക്കെ ആയിട്ട് നമുക്ക് ഈ ഫ്ലാഷ് മെമ്മറി ഉപയോഗിക്കാൻ കഴിയും.
High density means that a large number of cells can be packed into a given surface area on a chip. ഒരു ചിപ്പിന്റെ ഉള്ളിൽ ഒരു ഗിവൺ സർഫസ് ഏരിയയിൽ ഒരുപാട് സെൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഹൈ ഡെൻസിറ്റി എന്ന് പറയാൻ കാരണം. ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ മെമ്മറി കപ്പാസിറ്റി കൂടുതലാവുന്നത് നമുക്കറിയാം, എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത്, ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത് ചിപ്പിലാണ്, IC ചിപ്പിലാണ്, ഇൻ്റഗ്രേറ്റഡ് ചിപ്പിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിന്റെ സർഫസിൽ ഒരുപാട് സെൽസ് നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് സെൽസ് അതിൻ്റെ സർഫസിൽ നമുക്ക് പാക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഹൈ ഡെൻസിറ്റി മെമ്മറി എന്ന് പറയാൻ കാരണം. ദ ഹയർ ദ ഡെൻസിറ്റി ദ മോർ ബിറ്റ്സ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ എ ഗിവൺ സൈസ് ചിപ്സ്. അപ്പം ഓരോ ചിപ്സിനും അതിൻ്റെതായ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നതും കൂടുതലായിരിക്കും. The high density is achieved in flash memory with a storage cell that consists of a single floating gate MOS transistor. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫ്ലാഷ് മെമ്മറിയിൽ നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്? അപ്പോൾ ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഫ്ലാഷ് മെമ്മറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് സിംഗിൾ ഫ്ലോട്ടിംഗ് ഗേറ്റ് MOS ട്രാൻസിസ്റ്റർ. ഓക്കെ, സിംഗിൾ ഫ്ലോട്ടിംഗ് ഗേറ്റ് MOS ട്രാൻസിസ്റ്റർ. അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ച്, ഒരു എലമെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലാഷ് മെമ്മറിയിൽ അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി നമ്മൾ കൂട്ടുന്നത്, ഹൈ ഡെൻസിറ്റി അച്ചീവ് ചെയ്യുന്നത്. A data bit is stored as charge or absence of charge on a floating gate depending on 0/1 is stored. നമ്മൾ നേരത്തെ പ്രോബ്ലമൊക്കെ കണ്ടതുപോലെ ഡാറ്റ ബിറ്റ് എന്ന് പറയുന്നത് ചാർജ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ആബ്സെൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസൻസ് ആയിരിക്കാം. അപ്പം പ്രസൻസ് എന്ന് പറയുന്നത് 1ഉം ആബ്സെൻസ് എന്ന് പറയുന്നത് 0യും ആയിരിക്കും. അപ്പോൾ അതെവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ഗേറ്റിലാണ്. ഫ്ലോട്ടിംഗ് ഗേറ്റിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഫ്ലാഷ് മെമ്മറിയുടെ സെൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ പിക്ചറിൽ കാണാൻ കഴിയും, അവിടെ കൺട്രോൾ ഗേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഗേറ്റ് ഉണ്ട്, ഡ്രെയിൻ ഉണ്ട്, സോഴ്സ് ഉണ്ട്, അതേപോലെ MOS ട്രാൻസിസ്റ്റർ സിമ്പിൾ ഉണ്ട്. അപ്പോൾ MOS ട്രാൻസിസ്റ്റർ സിമ്പിളിൻ്റെ കൂടെ, അല്ലെ MOS ട്രാൻസിസ്റ്ററിൻ്റെ കൂടെ സോഴ്സും ഉണ്ടാവും, ഡ്രെയിനും ഉണ്ടാവും. ഓക്കെ, സോഴ്സിൻ്റെയും ഡ്രെയിനിൻ്റെയും സോഴ്സും ഡ്രെയിനും കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വരുന്ന, അതായത് ഫ്ലോട്ടിംഗ് ഗേറ്റ്, കൺട്രോൾ ഗേറ്റിൻ്റെയും അതേപോലെ MOS ട്രാൻസിസ്റ്ററിൻ്റെയും ഇടയിൽ വരുന്ന ഒരു എലമെൻ്റാണ് ഫ്ലോട്ടിംഗ് ഗേറ്റ് എന്ന് പറയുന്നത്. ആ ഫ്ലോട്ടിംഗ് ഗേറ്റിൽ ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുക. ഓക്കെ, ഇലക്ട്രോൺസ് ആണ് ഉണ്ടാകുക. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ചാർജ് ആവാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആവാം. ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് പ്രസന്റ് ആവാം, അല്ലെങ്കിൽ ആബ്സെന്റ് ആവാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഇലക്ട്രോൺസ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ഫസ്റ്റ് പിക്ചറിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്, സെക്കൻഡ് പിക്ചറിൽ കുറച്ച് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ മെനി ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു മോർ ചാർജ്. കുറേ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം മോർ ചാർജ് ആണ്, അതായത് സ്റ്റോർഡ് 0 തവണ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഫ്യൂ ഇലക്ട്രോൺസ് മീൻസ് ലെസ് ചാർജ്, ദാറ്റ് മീൻസ് സ്റ്റോർഡ് 1. ലെസ് ചാർജ് ആണെങ്കിൽ സ്റ്റോർ 1 ആയിരിക്കും, മോർ ചാർജ് ആണെങ്കിൽ സ്റ്റോർഡ് 0 ആയിരിക്കും. എ സിംഗിൾ ട്രാൻസിസ്റ്റർ സെൽ ഇൻ ഫ്ലാഷ് മെമ്മറി ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദി എബോവ് ഫിഗർ. നേരത്തെ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും, ഇതൊരു സിംഗിൾ ട്രാൻസിസ്റ്റർ സെല്ലാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മൾട്ടി ട്രാൻസിസ്റ്റർ ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും. ദ സ്റ്റാക്ഡ് ഗേറ്റ് MOS ട്രാൻസിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് എ കൺട്രോൾ ഗേറ്റ് ആൻഡ് എ ഫ്ലോട്ടിംഗ് ഗേറ്റ് ഇൻ അഡീഷൻ ടു ഡ്രെയിൻ ആൻഡ് സോഴ്സ്. അപ്പോൾ കൺട്രോൾ ഗേറ്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഗേറ്റ് ഉണ്ട്, അതേപോലെ ഡ്രെയിനും സോഴ്സും ഉണ്ടാവും. ഏതിൽ? പിന്നെ സ്റ്റാക്ഡ് ഗേറ്റ് MOS ട്രാൻസിസ്റ്ററിൽ ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാകുക. എന്തൊക്കെയാ? 4 കാര്യങ്ങൾ. ഒന്ന് കൺട്രോൾ ഗേറ്റ്, രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് ഗേറ്റ്, മൂന്നാമത്തെ ഡ്രെയിൻ, നാലാമത്തത് സോഴ്സ്. ഫ്ലോട്ടിംഗ് ഗേറ്റ് സ്റ്റോർ ഇലക്ട്രോൺസ്. ഫ്ലോട്ടിംഗ് ഗേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ് ആണ്, ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ 0 is stored when there is more charge. കുറേ ചാർജ് ഉണ്ടെങ്കിൽ അവിടെ 0s ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകുക. എ 1 is stored when there is less charge or no charge. ഓക്കെ, വളരെ കുറച്ച് ചാർജ് അല്ലെങ്കിൽ ചാർജ് ഇല്ലെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 1 ആയിരിക്കും. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഇനി ബേസിക് ഫ്ലാഷ് മെമ്മറിയുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഫ്ലാഷ് മെമ്മറിയുടെ ഓപ്പറേഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് റീഡ്, മൂന്നാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറേസ്. അപ്പോൾ 3 ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രോഗ്രാം ചെയ്യാൻ കഴിയും, റീഡ് ചെയ്യാനും കഴിയും, അതേപോലെ ഇറേസ് ചെയ്യാനും പറ്റും. ഈ 3 ഓപ്പറേഷൻസ് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫ്ലാഷ് മെമ്മറിയിൽ ചെയ്യാം. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം.
എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി all cells are at the one state because charge was removed from each cell in a previous erase operation. Previous erase ഓപ്പറേഷനിൽ സെല്ലുകളിലെ എല്ലാ ചാർജ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്കറിയാം ഇലക്ട്രോൺസ് കുറവാണെങ്കിൽ അതിനർത്ഥം 1 ആണ്. ഇപ്പോൾ ഇലക്ട്രോൺസ് കൂടുതലാണ് അതിനർത്ഥം 0 ആണ്. അപ്പോൾ the programming operation add electrons ചാർജ് ആഡ് ചെയ്യും to the floating gate of those cells that are to store a 0. ഓക്കെ, നമ്മൾ ഇലക്ട്രോൺസ് പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഗേറ്റിലേക്ക് ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ദ പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻ ആഡ്സ് ഇലക്ട്രോൺ. പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഈ ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക് ആഡ് ചെയ്യും. നോർ ചാർജസ് ആഡഡ് ടു ദോസ് സെൽ ദാറ്റ് ആർ ടു സ്റ്റോർ എ 1. അപ്പോൾ ചാർജ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം 1 സ്റ്റോർ ചെയ്യുന്നർത്ഥം, 1 സ്റ്റോർ ചെയ്തു എന്നർത്ഥം. ചാർജ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം 0 സ്റ്റോർ ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് ടു ദ കൺട്രോൾ ഗേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ സോഴ്സ് ഡ്യൂറിംഗ് പ്രോഗ്രാമിംഗ് അട്രാക്ട് ഇലക്ട്രോൺസ് ടു ദി ഫ്ലോട്ടിംഗ് ഗേറ്റ്. അപ്പം സഫിഷ്യൻറ്റ് വോൾട്ടേജ്, സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് കൺട്രോൾ ഗേറ്റിലൂടെ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പിന്നെ നമ്മുടെ എന്താ ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റകൾ ആഡ് ചെയ്യാനും അതേപോലെ റിമൂവ് ചെയ്യാനും സാധിക്കും. നമ്മൾ ആദ്യം എന്താ പ്രോഗ്രാം ചെയ്യുന്നത് എന്തിനാണ്, ഇലക്ട്രോൺസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് ആവാം, 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. ഓക്കെ, 1 എന്ന് പറയുന്നത് ദ പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻ ആഡ് ഇലക്ട്രോൺസ് ടു ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് ഓഫ് ദോസ് സെൽസ് ദാറ്റ് ആർ ടു സ്റ്റോർ എ 0. 0 സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നു. ഇപ്പം നോ ചാർജസ് ആഡഡ് ടു ദോസ് സെൽ ദാറ്റ് ആർ ടു സ്റ്റോർ എ 1. 1 ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇലക്ട്രോൺസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ ചാർജസ് ആഡഡ് ടു ദോസ് സെൽ ദാറ്റ് ആർ ടു സ്റ്റോർ 1. 1 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്പറേഷൻസിൻ്റെ ആവശ്യമില്ല. 0 ആണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇലക്ട്രോൺസ് വേണം. അതായത് ചാർജ് ആഡ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺസ് വേണം, ചാർജ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ആസ് ഇൻഡിക്കേറ്റഡ് ചെയ്ത ഫിഗർ, തൊട്ട് താഴെയുള്ള ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും. ഐ വിൽ ഷോ യു. വൺസ് പ്രോഗ്രാംഡ് എ സെൽ ക്യാൻ റിറ്റെയിൻ ദ ചാർജ് ഫ്രം അപ് ടു 100 years വിത്തൗട്ട് എനി എക്സ്റ്റേണൽ പവർ. അപ്പം നമ്മളൊരു ഫ്ലാഷ് മെമ്മറിയിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 100 വർഷത്തേക്ക് നമുക്ക് അതിൽ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പവർ ഇല്ലെങ്കിലും അതിൽ ഡാറ്റ റീറ്റെയിൻ ചെയ്യും. പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഡാറ്റ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതാണ് സിംപ്ലിഫൈഡ് ഇല്ലസ്ട്രേഷൻ ഓഫ് സ്റ്റോറിംഗ് എ 0 ഓർ എ 1 ഇൻ എ ഫ്ലാഷ് സെൽ ഡ്യൂറിംഗ് പ്രോഗ്രാമിംഗ് ഓപ്പറേഷൻ. ഒന്നാമത്തെ ഓപ്പറേഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ടു സ്റ്റോർ 0. എങ്ങനെ സ്റ്റോർ ചെയ്യും? 0 സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്ലോട്ടിംഗ് ഗേറ്റ് ഉണ്ട്, കൺട്രോൾ ഗേറ്റ് ഉണ്ട്, അതേപോലെ പോസിറ്റീവ് +V പ്രോഗ്രാം, അതേപോലെ +VD ഉണ്ട്, 0 വോൾട്ടേജും ഉണ്ട്. ഓക്കെ, പ്ലസ് വോൾട്ടേജ് ഉണ്ട്, 0 വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, എ സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു ദ കൺട്രോൾ ഗേറ്റ്. കൺട്രോൾ ഗേറ്റിലേക്ക് നമ്മൾ സഫിഷ്യൻ്റ് ആവശ്യമുള്ള വോൾട്ടേജ് നമ്മൾ സപ്ലൈ ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ദ സോഴ്സ് ടു ആഡ് ചാർജ് ടു ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് ഡ്യൂറിംഗ് പ്രോഗ്രാമിംഗ്. ഇവിടെ നമ്മൾ ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക് ചാർജ് ആഡ് ചെയ്യാണ്. ചാർജ് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, പോസിറ്റീവ് വോൾട്ടേജും കൂടി കൺട്രോൾ ഗേറ്റിന് കൊടുക്കണം. കൺട്രോൾ ഗേറ്റിന് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് ചാർജിനെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിലേക്ക് ചാർജിനെ ആഡ് ചെയ്യാൻ സാധിക്കും. 0 ആഡ് ചെയ്യാനാണ്. 0 ആഡ് ചെയ്യാൻ മീൻസ് ഇതിലേക്ക് നമ്മൾ നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്, അത് ഇലക്ട്രോൺസ് ആഡ് ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, 1 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ടു സ്റ്റോർ എ 1 നോർ ചാർജസ് ആഡഡ് ആൻഡ് ദ സെൽ ഈസ് ലെഫ്റ്റ് ഇൻ ദ ഇറേസ്ഡ് കണ്ടീഷൻ. 1 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടേക്ക് നമുക്ക് പോസിറ്റീവ് വോൾട്ടേജോ അതുപോലെ തന്നെ ചാർജോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറേസ്ഡ് കണ്ടീഷനാണ്, അതിലേക്ക് ഡാറ്റ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്. അപ്പം ഇങ്ങനെയാണ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്താണ് റീഡ് ഓപ്പറേഷൻ? റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ് എ റീഡ് ഓപ്പറേഷൻ എ പോസിറ്റീവ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ കൺട്രോൾ ഗേറ്റ്. റീഡ് ഓപ്പറേഷനിൽ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യണമെങ്കിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ഗേറ്റിൽ കൊടുക്കണം. The amount of charge present on the floating gate of a cell determines whether or not the voltage is applied to the control gate will turn on the transistor. അപ്പം നമ്മൾ കൊടുക്കുന്ന ചാർജിൻ്റെ ടോട്ടൽ എമൗണ്ട്, ഫ്ലോട്ടിംഗ് ഗേറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്ന എന്താ, കൺട്രോൾ ഗേറ്റിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസിസ്റ്ററിന് എന്ത് ചെയ്യും,
ടേൺ ഓൺ ചെയ്യും. ഇഫ് A1 is not, the control gate voltage is sufficient to turn the transistor on. 1 ആണ് അതിൽ സ്റ്റോർ ചെയ്തതെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും? ഓൺ ആവും. ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, if a 0 is stored, the transistor will not turn on because the control gate voltage is not sufficient to overcome the negative charge stored in the floating gate. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പിന്നെ ഒരു ചാർജ് കൊടുക്കുകയാണ് ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക്, ഒരു ചാർജ് നമ്മൾ പാസ് ചെയ്യാണ്. പാസ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ ഗേറ്റിലൂടെയാണല്ലോ നമ്മൾ പാസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് ഗേറ്റിലേക്ക് നമ്മൾ ചാർജ്, ഫ്ലോട്ടിംഗ് ഗേറ്റിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ചാർജാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഓഫ് ചാർജ് പ്രസന്റ് ഓൺ ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് ഓഫ് എ സെൽ ഡിറ്റർമിൻസ് whether or not the voltage applied to the control gate will turn on the transistor. അപ്പോൾ കൺട്രോൾ ഗേറ്റ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്? ഈ ഫ്ലോട്ടിംഗ് ഗേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ 0 ആണോ അല്ലെങ്കിൽ 1 ആണോ എന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം 1 ആണ് അവിടെ സ്റ്റോർ ചെയ്തതെങ്കിൽ, അതായത് ഫ്ലോട്ടിംഗ് ഗേറ്റിൽ നമുക്ക് റീഡ് ചെയ്യേണ്ടത് 1 ആണെങ്കിൽ, നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ 1 ആണെങ്കിൽ, കൺട്രോൾ ഗേറ്റ് വോൾട്ടേജ് സഫിഷ്യൻറ്റ് ടു ടേൺ ഓൺ ദി ട്രാൻസിസ്റ്റർ ഓൺ. കൺട്രോൾ ഗേറ്റിലെ വോൾട്ടേജ് എന്ത് ചെയ്യും? സഫിഷ്യൻ്റ് ആണ് എന്തിനു വേണ്ടി? ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യാൻ വേണ്ടി. ട്രാൻസിസ്റ്റർ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. ഓക്കെ, 0 ആണെങ്കിൽ അതിനർത്ഥം ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് റീഡ് ചെയ്യാൻ കഴിയും. Think of the charge on the floating gate as a voltage source that opposes the voltage applied to the control gate during a read operation. Read operation നമ്മൾ കൺട്രോൾ ഗേറ്റിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഗേറ്റിലെ വോൾട്ടേജ് സോഴ്സിനെ ഓപ്പോസ് ചെയ്യും. തിങ്ക് ഓഫ് ദ ചാർജ് ഓൺ ദ ഫ്ലോട്ടിംഗ് ഗേറ്റ്. ഫ്ലോട്ടിംഗ് ഗേറ്റിലെ ചാർജ് നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആസ് എ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാറ്റ് ഓപ്പോസ് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ കൺട്രോൾ ഗേറ്റ് ഡ്യൂറിംഗ് ദ റീഡ് ഓപ്പറേഷൻ. റീഡ് ഓപ്പറേഷനിൽ കൺട്രോൾ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റിലെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് ചാർജ് അസോസിയേറ്റഡ് വിത്ത് 0 പ്രിവെന്റ്സ് ദ കൺട്രോൾ ഗേറ്റ് വോൾട്ടേജ് ഫ്രം റീച്ചിങ് ദി ടേൺ ഓൺ. അപ്പോൾ ഇവിടെ ബ്രീഫായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മൾ ഫ്ലാഷ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ ഗേറ്റിലേക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. അപ്പോൾ പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ കൺട്രോൾ ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ആണോ 0 ആണോ റീഡ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? 1 ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് വോൾട്ടേജ് ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്യും. 0 ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസിസ്റ്ററിനെ ഓഫ് ചെയ്യും. മീൻസ് അത് ട്രാൻസിസ്റ്റർ പ്രീവിയസ് സ്റ്റേജിൽ എന്താണ് ഉള്ളത് അത് തന്നെയായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 0 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്ര ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. When the transistor turns on, there is a current from the drain to the source of the cell transistor. The presence of this current is sensed to indicate A1 and the absence of this current is sent to indicate 0. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യുക വെച്ചാൽ, when the transistor turns on, there is a current from the drain to the source of the cell transistor. ഓക്കെ, അപ്പം ട്രാൻസിസ്റ്റർ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഡ്രെയിനിൽ നിന്നും ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പം ദ പ്രസൻസ് ഓഫ് ദിസ് കറണ്ട് ഈസ് സെൻസ് ടു ഇൻഡിക്കേറ്റ് 1. ഇപ്പോൾ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ഡാറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഇനി കറണ്ട് വന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം ഡാറ്റ എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ ജസ്റ്റ് ഫിഗർ കൂടെ നമുക്ക് നോക്കി കാണാൻ കഴിയും. ദ റീഡ് ഓപ്പറേഷൻ ഓഫ് എ ഫ്ലാഷ് സെൽ ഇൻ an array. When a 0 is read, the transistor remains off because the charge on the floating gate prevents. When a 0 is read, the transistor remains off because the charge on the floating gate prevents the read voltage from exceeding the turn on threshold. അപ്പോൾ ഇവിടെ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കും. ഫ്ലോട്ടിംഗ് ഗേറ്റിൽ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസിലെ ഡാറ്റ നമുക്ക് കൺട്രോൾ ഗേറ്റിലൂടെ റീഡ് ചെയ്യാൻ സാധിക്കും. ട്രാൻസിസ്റ്റർ ഓൺ ഓഫ് ചെയ്യുന്നതിനനുസരിച്ചാണ് റീഡ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മളിവിടെ കൊടുക്കുന്ന പോസിറ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിനെ ഓൺ ആക്കുകയാണെങ്കിൽ അതിനർത്ഥം ഈ ഇലക്ട്രോൺസ് റീഡ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രോൺസ് എന്നത് 1 ആണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം റീഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഇവിടെ 0 ആണ് റീഡ് ചെയ്യുന്നത്. When 1 is read, the transistor turn on because the absence of charge on the floating gate allows the read voltage to exceed the turn on threshold. ടേൺ ഓൺ ത്രെഷോൾഡിനെ എക്സീഡ് ചെയ്യും. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന ചാർജ് ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്യാൻ പാകത്തിനുള്ള ചാർജ് ആണോ അല്ല എന്നുള്ളത്
നോക്കിയിട്ടാണ് ഫ്ലോട്ടിംഗ് ഗേറ്റിലെ ഡാറ്റയെ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചാർജ് ട്രാൻസിസ്റ്ററിനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം ഫ്ലോട്ടിംഗ് ഗേറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ, നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യാൻ പാകത്തിനുള്ള വോൾട്ടേജ് അല്ല നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സപ്ലൈ ചെയ്തപ്പം ട്രാൻസിസ്റ്റർ ഓൺ ആയില്ല. അപ്പം അതിനർത്ഥം എന്താ? അതിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഇത്രയാണ് അതിൽ ഓർത്തിരിക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറേസ് ഓപ്പറേഷൻ ആണ്. എന്താ ഇറേസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, ഡ്യൂറിങ് ആൻ ഇറേസ് ഓപ്പറേഷൻ ചാർജ് ഈസ് റിമൂവ്ഡ് ഫ്രം ഓൾ മെമ്മറി സെൽസ്. എല്ലാ മെമ്മറി സെൽസിൽ നിന്നും ചാർജ് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യപ്പെടും. A sufficient positive voltage is applied to the transistor source with respect to the control gate. അപ്പോൾ കൺട്രോൾ ഗേറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസിസ്റ്ററിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ടു ദ ട്രാൻസിസ്റ്റർ സോഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി കൺട്രോൾ ഗേറ്റ്. So this is opposite in polarity to that used in programming. So this voltage attracts electrons from the floating gate and depletes it of charge. അത് നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന ഫീൽഡിൽ നമുക്ക് കാണാൻ കഴിയും. എ ഫ്ലാഷ് മെമ്മറി ഈസ് ഓൾവേസ് ഇറേസ്ഡ് പ്രയർ ടു ബീയിങ് റീപ്രോഗ്രാംഡ്. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഓപ്പറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറേസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പൊളാരിറ്റി ടു ദ യൂസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്ത ഒരു ടെക്നിക്കിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇറേസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറേസ് ഓപ്പറേഷനിൽ എന്താ ചെയ്യുന്നത്? ഒരു സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യും. കൺട്രോൾ ഗേറ്റിലൂടെ ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം അതിലുള്ള ചാർജ് മുഴുവൻ, ഫ്ലോട്ടിംഗ് ഗേറ്റിലുള്ള എല്ലാ ചാർജും റിമൂവ് ചെയ്യും. ചാർജ് ഇസ് റിമൂവ്ഡ് ഫ്രം ഓൾ ദി മെമ്മറി സെൽസ്. എല്ലാ മെമ്മറി സെൽസിൽ നിന്നും ചാർജ് റിമൂവ് ചെയ്യും. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ദിസ് വോൾട്ടേജ് അട്രാക്ട്സ് ദ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്ത് ഫ്ലോട്ടിംഗ് ഗേറ്റിലുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് അതിനെ ഡിപ്ലീറ്റ് ചെയ്യും. ഡിപ്ലീറ്റ്സ് ഇറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്യുക, ചാർജ് ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, എ ഫ്ലാഷ് മെമ്മറി ഈസ് ഓൾവേസ് ഇറേസ്ഡ് പ്രയർ ടു ബീയിങ് റീപ്രോഗ്രാംഡ്. റീപ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഫ്ലാഷ് മെമ്മറി എന്ത് ചെയ്യാൻ കഴിയും? റിവൈസ് ചെയ്യും. എന്തായാലും ഫ്ലാഷ് റീപ്രോഗ്രാം ചെയ്യും. ഫ്ലാഷ് മെമ്മറി പ്രോഗ്രാം ചെയ്യാൻ നമുക്കറിയാം, പ്രോഗ്രാം ചെയ്യാൻ കഴിയും. അപ്പോൾ റീപ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഫ്ലാഷ് മെമ്മറി എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം, അല്ല ഇറേസ് ചെയ്യണം. ഫ്ലാഷ് മെമ്മറിയിലെ ഡാറ്റയെ ഇറേസ് ചെയ്യണം. അപ്പോൾ ഇതാണ് സിംപ്ലിഫൈഡ് ഇല്ലസ്ട്രേഷൻ ഓഫ് റിമൂവിങ് ചാർജ് ഫ്രം സെൽ ഡ്യൂറിങ് ഇറേസ്. ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുന്നത്. അങ്ങനെ സഫിഷ്യൻറ്റ് പോസിറ്റീവ് വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഇലക്ട്രോൺസ് മുഴുവൻ എന്ത് ചെയ്യും? ഡിപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺസ് മുഴുവൻ ഡിസ്ചാർജ് ആവും. To erase a cell, a sufficient positive voltage is applied to the source with respect to the control gate. Positive voltage നമ്മൾ അപ്ലൈ ചെയ്യും. Remove charge from the with respect to the control gate, to remove charge from the floating gate during the erase operation. ഇത്രയാണ് erase operation എന്ന് പറയുന്നത്. Thank you.